ഹായ് ഫ്രണ്ട്സ്, കുറേ കാലത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു ലോകനാർക്കാവ് കാണണം എന്നുള്ളത്. അങ്ങനെ ഇപ്രാവശ്യം ഞാൻ എൻ്റെ കൂട്ടുകാരെയും കൂട്ടിയിട്ട് ലോകനാർക്കാവിലേക്കായിരുന്നു പോയത്. രാവിലെ നീലേശ്വരത്തുനിന്ന് പരശുവിനാണ് പോയത്. രാവിലെ 6:10 പരശു. നീലേശ്വരം എത്താൻ തന്നെ 6:40 ആയിന്. എന്നിട്ട് ഞങ്ങൾ വടകര എത്തുമ്പോൾ 8 മണിയായി. വടകര എത്തിയിട്ടാകുമ്പോൾ ആടുന്ന ഒരു ജീപ്പ് ഡ്രൈവർ ലോകനാർക്കാവിലേക്ക് കൊണ്ടാക്കുക, അതെൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 9 പേരുണ്ടായിന്. 9 പേരും കൂടിയിട്ട് ജീപ്പാക്കിയിട്ട് ലോകനാർക്കാവിലേക്ക് പോയി. വടകരയിൽ നിന്ന് 4 കിലോമീറ്റർ അകലെ മേമുണ്ടയിലാണ് ഈ ലോകനാർക്കാവ് സ്ഥിതി ചെയ്യുന്നത് കേട്ടാ. പണ്ട് ലോകനാർക്കാവ് എന്ന് പറയുന്നത് തച്ചോളിയോധനന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ്. പണ്ട് തച്ചോളിയോധനൻ പടക്ക് പുറപ്പെടുന്ന സമയത്ത് ലോകനാർക്കാവിൽ അമ്മേനെ തൊഴുതിട്ട് മാത്രമേ വേറെ എങ്ങോട്ടും പോലില്ലൂ എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ പണ്ട് തൊട്ടേ എനിക്ക് കേട്ട് കേട്ട് അത് വലിയൊരു ആഗ്രഹമായിരുന്നു ലോകനാർക്കാവ് കാണണമെന്ന്. അങ്ങനെ ഞങ്ങൾ 8 മണിക്ക് ജീപ്പ് പിടിച്ചിട്ട് 8:30 ആകുമ്പോഴത്തേക്ക് തന്നെ കാവിലേക്ക് എത്തീന്. കാവിലെത്തിയിട്ട് വേണ്ടുന്ന വഴിപാടിൻ്റെ എല്ലാം റെസീറ്റ് ആക്കിയിട്ടാണ് ഉള്ളിലേക്ക് കയറുന്നത്. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് ശ്രീകോവിലിന്റെ നടയിൽ നിന്ന് തൊഴുമ്പോൾ അടുത്ത പൂജാരി ചോദിച്ചു, നിങ്ങൾ എവിടുന്ന് വരുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കാസർഗോഡ് മടിക്കൈന്നാണ് വരുന്നത്, മടിക്കൈ ബംഗളത്താണെന്ന് പറഞ്ഞു. അപ്പൊ പൂജാരി പറഞ്ഞു ബംഗളത്തിലുള്ള ഒരു പൂജാരി ഉണ്ട് നമ്മളിവിടെ താഴെ അമ്പലത്തില്. അപ്പൊ ഞാൻ ചോദിച്ചു സതീശൻ എന്ന് പറയുന്ന ആളാന്നോന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു നമ്പൂതിരി ഉണ്ട്, സതീശൻ എന്നാണ് പേര്. അവരവിടെ ലോകനാർക്കാവിലാന്ന് ഇപ്പൊ പൂജ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. ഞാൻ ഇല്ലത്തേക്ക് എൻ്റെ ജോലി സംബന്ധമായിട്ട് പോയിട്ടാകുമ്പോൾ അങ്ങനെ കാവിലമ്മേനെ തൊഴുത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ താഴെയില്ല ശിവന്റെ ക്ഷേത്രത്തിലേക്ക് പോയി. ശിവന്റെ ക്ഷേത്രത്തിലാണ് ഞാൻ പറഞ്ഞ ഈ സതീശൻ നമ്പൂതിരി ഉണ്ടായിരുന്നത്. ശിവന്റെ ക്ഷേത്രം തൊഴുത് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് തന്നെ വിഷ്ണുവിന്റെ അമ്പലമാണ്. വിഷ്ണുവിന്റെ അമ്പലത്തിലും തൊഴുതു. ഏറ്റവും നല്ലൊരു ശാന്തമായ അന്തരീക്ഷമുള്ള ഒരു അമ്പലമാണ് കേട്ടാ. കണ്ടാലും മതിയാവൂല. എനിക്ക് ഇനിയും പോണമെന്നുണ്ട്. ഞാൻ എന്തായാലും എൻ്റെ മോനെയും കൂട്ടിയിട്ട് ഒരിക്കൽ പോകും. കൂട്ടുകാരൊന്നിച്ചായതും കൊണ്ട് അവർക്ക് പെട്ടെന്ന് വീട്ടിലൊക്കെ തിരിച്ചെത്തണം എന്നുള്ള ഒരു ചിന്താഗതിക്കാരാണ് എല്ലാവരും. അതുകൊണ്ട് എല്ലാം പെട്ടെന്ന് ആയിരുന്നു അവിടെ തൊഴലും കാര്യങ്ങളെല്ലാം. പിന്നെ രാവിലെ പ്രത്യേകത ഇല്ലാത്തൊരു ദിവസമായതും കൊണ്ട് കളരിപ്പായിട്ടൊന്നും രാവിലെ കാണാൻ പറ്റൂല എന്ന് അവർ പറഞ്ഞു. കളരിപ്പായിട്ടെല്ലാം കാണണമെങ്കിൽ വൈകുന്നേരം വരണം എന്നാണ് പറഞ്ഞത്. വൈകുന്നേരം പോയാൽ കളരിന്റെ ആലയും കാണാൻ പറ്റും, പയറ്റ് പഠിക്കുന്നതെല്ലാം കാണാൻ പറ്റും. പിന്നെ മ്യൂറലിന്റെ ഭയങ്കര ഇതാണ് അവിടെ, ചുമര് ചിത്രകലേൻ്റെത്. അമ്പലം കുറച്ച് ചെറുതാണെങ്കിലും നല്ലൊരു അന്തരീക്ഷമാണ് അവിടുത്തെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് നേരെ 1 കിലോമീറ്റർ അകലെ ആണ് സ്ഥിതി ചെയ്യുന്നത് ഈ നാഗമഠം എന്ന് പറയുന്ന ഒരു ക്ഷേത്രം. നാഗമഠത്തിലും പോയി. ആയില്യം പ്രധാനം ഉള്ള ഒരു ക്ഷേത്രമാണ്. പിന്നെ അവിടെ ഉത്സവമാണെന്ന് പറഞ്ഞവര് ഉത്സവത്തിന് വരണമെന്ന് പറഞ്ഞു. ക്ഷണിച്ചു അടുത്ത പൂജാരി എല്ലാരും കൂടെ ഉത്സവത്തിന് വാന്ന് പറഞ്ഞ് നോട്ടീസൊക്കെ തന്നു. നാഗമഠത്തിലും തൊഴുതിട്ട് പിന്നെ ഞങ്ങളെ അവര് ഇവിടെ കൊണ്ടുപോയി. പൈൻകുറ്റി മല എന്ന് പറയുന്ന ഒരു മലയാണ്. പിന്നെ അധികം വലിയ മലയൊന്നുമല്ല, എന്നാലും കുറച്ച് കയറ്റമൊക്കെ ഉള്ള ഒരു മല. മല കയറുമ്പോൾ മേലെ റോഡ് പണി നടക്കുന്നുണ്ടായിന്. അതുകൊണ്ട് തിരിച്ചാദ്യം വേറൊരു വഴിക്കേ കൂടി അവര് മുത്തപ്പൻ മലയിലേക്ക് എത്തിച്ചു. ലോകനാർക്കാവിൽ എത്തിച്ച ഡ്രൈവർ ജീപ്പും അല്ലായിരുന്നു കേട്ടോ. അങ്ങോട്ട് പോകുമ്പോൾ വേറെ ഒരു ചെറിയ ചെക്കനാണ് ഉണ്ടായത്. എല്ലാം പറഞ്ഞു തന്നു. വേണമെങ്കിൽ മിനി ഗവി കാണിക്കാന്ന് പറഞ്ഞു. സമയമില്ലാത്തത് കൊണ്ട് ഞങ്ങള് ഗവി കാണാൻ പോയിട്ടില്ല. പിന്നെ മുത്തപ്പൻ മലയിൽ നിന്ന് തൊഴുതിട്ട് മുത്തപ്പന്റെ ഒരു അമ്പലമാണ് അവിടെ. മല മേലെ താഴോട്ട് നോക്കുമ്പോൾ ഭയങ്കര ആഴമില്ലൊരു സ്ഥലം. നല്ല രസമുണ്ട് മുത്തപ്പൻ മലയിലും. വൈകുന്നേരം സായാഹ്നത്തിൽ പോയിരിക്കാനും കാറ്റുകൊള്ളാനും നല്ലൊരു സ്ഥലമാണ്. കാണാൻ പ്രത്യേകതയുള്ള സ്ഥലമാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ സർഗാലയയിലേക്കാണ് പോയത്. സർഗാലയ ക്രാഫ്റ്റ് വില്ലേജ് എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ തന്നെ ഇരിങ്ങലിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരള സർക്കാരിന്റെ ഒരു ടൂറിസം വകുപ്പ് നടത്തുന്ന ഒരു സ്ഥാപനമാണ്. ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പല സംഭവങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. വീട്ടിലേക്ക് വേണ്ടുന്ന ആവശ്യമായ സാധനങ്ങൾ മുതൽ കരകൗശല സാധനങ്ങൾ വരെ, അതായത് എല്ലാ നിർമ്മിതികളും ഉണ്ട്. അതിന്റെ തുണിത്തരങ്ങള്, സാരി, മുണ്ട്, ബാഗുകള്, ഫാൻസി ഐറ്റങ്ങള്, മറ്റുള്ള എല്ലാ സാധനങ്ങളും അവിടെ കണ്ടാലും തീരാത്ത 1 മണിക്കൂർ 1.5 മണിക്കൂർ കാണാനുള്ള ഒരു സ്ഥലമാണ് സർഗാലയ. ബോട്ട് യാത്ര ആഗ്രഹിക്കുന്നവർക്ക് ബോട്ട് യാത്ര ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ചെറിയ ബോട്ട് യാത്രയാണ്. കുറെ മീനുകൾ വളർത്തുന്ന സ്ഥലമുണ്ട്. എല്ലാം കൂടി നല്ലൊരു അനുഭവമായിരുന്നു ഈ യാത്ര. ഞങ്ങൾ അവിടുന്ന് 2:45 ട്രെയിനിന് വരേണ്ടത് കൊണ്ട് അധിക സമയം ചെലവഴിക്കാനുള്ള ഒരു ഇതുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ 2:30 ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് അതേ ജീപ്പിൽ തിരിച്ചവര് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടു. ഇനിയൊരു യാത്ര പോകുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോയി മിനി ഗവിയും കാണണമെന്നുണ്ട്. പിന്നെ ഫാമിലിനെ കൂട്ടിയിട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ഒരു ക്ഷേത്രം എല്ലാവരും പോയി കാണുന്നത് നല്ലൊരു അനുഭവമാണ് കേട്ടോ. അടുത്തുള്ള ജില്ലകളിൽ നിന്നെല്ലാം വൺ ഡേ ടൂറിന് വേണ്ടുന്ന ഒരു സ്ഥലമാണ് ഇത്രയും ഞാൻ പറഞ്ഞ ഈ സ്ഥലങ്ങളെല്ലാം.